നമുക്ക് ഒരു ബുക്ക് ഷെൽഫ് വാങ്ങണ്ടേ? ബുക്ക് ഷെൽഫ് എന്തിന്? പുസ്തകങ്ങൾ വയ്ക്കാൻ. എന്റെ കയ്യിൽ 50 പുസ്തകങ്ങളുണ്ട്. 50 പുസ്തകങ്ങൾ? എവിടുന്ന് കൊണ്ടുവന്നു? വീട്ടിൽ നിന്ന് പോന്നപ്പോ കൊണ്ടുവന്നു. പെട്ടിയിലുണ്ട്. അമ്മ കണ്ടില്ല. അമ്മയ്ക്ക് ഞാൻ പുസ്തകം വായിക്കുന്നതേ ഇഷ്ടമല്ല. ചേട്ടന് ഇഷ്ടമാണോ? ഇഷ്ടക്കേടൊന്നുമില്ല. പിന്നെ ഭാഗവതോ രാമായണോ മറ്റോ ആണെങ്കിൽ പുണ്യം കൂടെ കിട്ടും. ഞാൻ വായിക്കുന്നത് നോവലുകളാ. അതും രജനിയുടെ പുസ്തകങ്ങളാ കൂടുതലും. ആരെ രജനി? കക്ഷിയാണോ പെണ്ണോ? ആണ് തന്നെ. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിക്കാൻ എന്ത് രസമാണെന്നോ. കോളേജിൽ വെച്ചിന്റെ ഓട്ടോഗ്രാഫ് എഴുതി തന്നിട്ടുണ്ട്. അതെ, ചേട്ടൻ പുസ്തകങ്ങൾ വായിക്കാറില്ലേ? അതിൽ മാത്രം ഞാൻ നന്ദരിക്കുട്ടിയോട് കൂട്ടുകൂടില്ല. അക്ഷരങ്ങൾ തിരിഞ്ഞ കാലം മുതൽ പുസ്തകങ്ങൾ കേട്ടാലേ എനിക്ക് അലർജിയാണ്. എന്റെ കയ്യിൽ ഒറ്റ പുസ്തകമേ ഉള്ളൂ. എന്താണെന്ന് അറിയാമോ? രാമായണം. എങ്കിൽ ഭാഗവതം. അതൊന്നും അല്ല. റെയിൽവേ ടൈം ടേബിൾ. എപ്പോഴാണ് നിങ്ങൾ കൂടുതൽ വിയർക്കുന്നത്? പെണ്ണുങ്ങളെ കാണുമ്പോഴോ അതോ അവരുമായി സംസാരിക്കുമ്പോഴോ? ഏതെങ്കിലും ഒരു പെണ്ണിനെ കാണുമ്പോ എന്റെ ശ്വാസത്തിന്റെ വേഗത വർദ്ധിക്കും. അവരെന്നൊന്ന് സൂക്ഷിച്ചു നോക്കിയാ എന്റെ ഹാർട്ട് ബീറ്റ് കൂടും. അവരുമായി സംസാരിക്കുമ്പോ ഞാൻ ആകെ വിയർക്കും. പ്രായം കൂടിയ സ്ത്രീകളെ കാണുമ്പോഴോ അതോ ചെറുപ്പക്കാരികളെ കാണുമ്പോഴോ കൂടുതൽ? അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. ഇതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടും നിങ്ങൾ തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. ഓഫീസിൽ വരുന്ന ആൾക്കാരുടെ മുമ്പിൽ പോലും ഞാൻ കൊച്ചാകാറുണ്ട്. അപ്പച്ചന്റെ അമ്മച്ചിയുടെയും ഇളയ മോനാണ് ഞാൻ. അവരെന്നെ വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുന്നു. പക്ഷെ ഈ ചുറ്റുപാട് വിവാഹം കഴിച്ചാൽ എന്റെ ദാമ്പത്യ ബന്ധം തകർന്നു പോകുമെന്ന എനിക്ക് പേടി. ഓഫീസിൽ തന്നെയുള്ള എല്ലാവരും എന്നെ വെറും ഒരു മഫനായിട്ടാണ് കാണുന്നത്. യെസ്, ഡോക്ടർ ഫെർണാണ്ടസ് ഹിയർ. ഡോബർമേനോ? നോ നോ, ഗ്രേറ്റ് ഡീൻ തന്നെ വേണം. ഞാൻ പറഞ്ഞില്ലേ പട്ടിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ലെന്ന്. ഐ എം സോറി. നിങ്ങൾക്ക് ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ തോന്നാൻ കാരണം? എന്റെ ഓഫീസിൽ ഒരു സ്നേഹിതനാണ് എന്നോട് പറഞ്ഞത്, ഡോക്ടർ എങ്ങനെയെങ്കിലും ഒരു രക്ഷിക്കണം, ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. നിങ്ങൾ ധൃതി പിടിക്കാതിരിക്കൂ. ഇത് നിങ്ങൾക്ക് തന്നെ നിയന്ത്രിച്ച് മാറ്റാവുന്ന രോഗമാണ്. മേലിൽ ആരുമായും നിങ്ങൾ സീരിയസ് ആയി പെരുമാറുക. ഭയപ്പെടാതിരിക്കൂ. എന്നും രാവിലെ എഴുന്നേറ്റ് 5 മിനിറ്റ് മനസ്സൊന്ന് ഏകാഗ്രമാക്കിയിരിക്കാൻ ശ്രമിക്കുക. ഐ മീൻ കോൺസെൻട്രേഷൻ. ഒരാഴ്ച കഴിഞ്ഞ്, അതായത് 28-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ഇവിടെ വരിക. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ, യെസ്. ഞാനിവിടെ വന്ന വിവരം പുറത്ത് ആരോടും പറയല്ലേ? നോ നോ. നന്ദിനിക്കുട്ടി, മീശയ്ക്ക് ഇത്രയും കനം വേണോ അതോ കുറയ്ക്കണം? ഇത് മതി. വലിയ മീശയാ നല്ലത്. ശരി, എങ്കിൽ കുറയ്ക്കുന്നുണ്ട്. ഞാനൊരു കൊച്ചു സുന്ദരനാണ് അല്ലേ നന്ദിനിക്കുട്ടി? അല്ല, പാട്ടും കേട്ടിങ്ങനെ നിന്നാലോ? പോയി കടവടയ്ക്ക്. ജയിലും വൈഫും കാത്തിരിക്കും. ഹലോ. നമസ്കാരം. നമസ്കാരം. പ്ലീസ്. മോൾ എന്നാ ഇത്ര വലുതായത്? വലുതായി എന്നാണ് അവളുടെ ധാരണ. കേട്ടോ നന്ദിനിക്കുട്ടി, ഇതാണ് എന്റെ ഏക സന്താനം സമ്പാദ്യം. മോക്ക പുതിയ ആന്റി ഏതാണെന്ന് പറയാമോ? എന്റെ പേര് അറിഞ്ഞൂടെ? ആരാ കാണുമ്പോഴൊക്കെ ടോഫി വാങ്ങി തരുന്നത്? ആന്റിയോ? അല്ല, മിസ്സസ് എവിടെ? പൂജാമുറിയില്ല. ഇനി ദൈവവുമായിട്ടുള്ള അഭിമുഖ സംഭാഷണം കഴിഞ്ഞ് വരുമ്പം 1/2 മണിക്കൂറെങ്കിലും ആകും. ആ, പൂജ തീർന്നോ? ഞാൻ താമസിച്ചോ? പൂജാമുറിയിലായിരുന്നു. നന്ദിനിക്കുട്ടിക്ക് ആളെ മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് 2 പേർക്കും മനസ്സിലായി.
ഞാൻ എത്ര ദിവസം കൊണ്ട് പറയുന്നെന്നോ ഒന്ന് വിളിച്ചോണ്ട് വരാൻ. കല്യാണം കഴിച്ച് വീട്ടിൽ ഭാര്യയെ വെച്ചോണ്ടിരുന്നാ മതിയോ? ഞങ്ങൾക്കൊക്കെ ഒന്ന് കാണണ്ടേ? ഞങ്ങൾ വിശന്ന് പൊരിഞ്ഞ് കഴിയുകയായിരുന്നു. നിന്റെ പൂജ കഴിയട്ടെ എന്ന് കരുതി. അതിനെന്താ, ഡിന്നർ എപ്പോഴേ റെഡി. വരൂ. ഓക്കെ, കമോ. മോൾ ഇവിടെ നിന്ന് പഠിക്കൂ. വരൂ. കഴിക്കൂ. ഇന്ന് നന്ദിനിക്കുട്ടിക്കുള്ള സൽക്കാരായതുകൊണ്ട് എല്ലാം സ്പെഷ്യലാ. രവി, ഇന്ന് ഓർഡിനറി അല്ല, എല്ലാം സ്പെഷ്യലാ. നന്ദിനിക്കുട്ടി വല്ലാതെ വിഷമിക്കും. നീ ഉണ്ണുന്നില്ലേ? ഞാൻ പിന്നെ ഇരുന്നോളാം. നന്ദിനിയെ കാണുമ്പോ ഞാൻ ആരെയോ ഓർക്കുന്നല്ലോ. മൈസൂർ ആശ്രമത്തിൽ വെച്ചൊരു സന്യാസിനെ കണ്ടു. അയ്യോ, ഇതേ ചായ തന്നെയാ. എടോത്താൻ ആശ്രമത്തിൽ നിന്ന് കട്ടുകൊണ്ടുവന്നാണോ? എന്റെ കറികളൊക്കെ എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് അല്ലേ? അതിന്റെ പേര് കഫേ ഡയാബ്ലോന്നാ. ഉണ്ടാക്കാൻ വലിയ പാടാ. വസന്തി, ആ എഗ്മരാബിലെ കൊണ്ടുവന്നില്ലല്ലോ. അയ്യോ, എങ്ങനെയുണ്ട് രവി സ്പെഷ്യൽ? തൊണ്ടേ നിറങ്ങുന്നുണ്ടോ? അതിനുകൂടി ആ ചോപ്പില്ലേ, അവൻ വയറാക്കുന്ന സാധനമാ. ഇത് ശകലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്താ ആരും ഒന്നും കഴിക്കാത്തത്? അല്പം ചോറൂടെ കൊണ്ടുവരട്ടെ? അയ്യോ വേണ്ട, പോകാൻ ധൃതി. നന്ദിനിക്കുട്ടി, വാസന്തി ഹോം സയൻസ് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായതാ. അതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? പഠിച്ചൊക്കെ മറന്നുപോയെന്ന്. ഇതൊക്കെ ധൃതിയിൽ ഉണ്ടാക്കിയതാ. സമയം തീരെ പോരായിരുന്നു. കുറച്ച് വെള്ളം വേണമായിരുന്നു. അതാ കൊണ്ടുവരാം. പറഞ്ഞത് കേട്ടോ രവി? അവൾ ധൃതിയിൽ ഉണ്ടാക്കിയിട്ട് ഈ സ്ഥിതി. അപ്പൊ അവൾ അറിഞ്ഞു വല്ലതും ഉണ്ടാക്കിയാലത്തെ സ്ഥിതി. അയാൾ 10 മിനിറ്റിനകം ഇവിടെ വരും. മറ്റുള്ളവരെല്ലാം എത്തിയിട്ടുണ്ടല്ലോ. എല്ലാരും വന്നിട്ടുണ്ട്. ഡാഡി എപ്പോ ഉണരുമെന്ന് പറയണം. അരമണിക്കൂറിനകം ഉണരുമെന്ന് പറയണം. അയാൾ മടങ്ങിപ്പോയാലോ? യാതൊരു കാരണവശാലും അയാൾ മടങ്ങിപ്പോയരുത്. ഡാഡിക്ക് അയാളെ നന്നായി ഒന്ന് സ്റ്റഡി ചെയ്യണമെന്നുണ്ട്. എന്നാ മോള് പോയി ഹാളിലിരുന്നോളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ. Go ahead. Dr. Fernandez. Please come. That's okay. Coming. Sit down. Dr. Fernandez. ഡാഡി ഉറക്കമാ. അരമണിക്കൂറിനുള്ളിൽ ഉണരും. എവിടുന്നാ? ഇവിടെ അടുത്തുന്ന. കുടിക്കാൻ എന്തെങ്കിലും? നോ താങ്ക്സ്. എന്തിനാ കിതയ്ക്കുന്നേ? ഞാനെപ്പോഴും അങ്ങനെ. എവിടെ വെച്ച് കണ്ട പോലെ തോന്നുന്നല്ലോ. എനിക്ക് തോന്നുന്നില്ല. എടി, ഞാൻ പറയാം. നമ്മുടെ ലിസിയുടെ ബോയ്ഫ്രണ്ടിനെ കണ്ട ഇതുപോലിരിക്കും. ഞാൻ പോയിട്ട് പിന്നെ വരാം. എന്തിനാ പോന്നെ? ഇരിക്കുമെന്ന്. ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. യു വാണ്ട് സം പ്രൈവസി? കം ഓൺ, നമുക്ക് അകത്തേക്ക് പോവാം. ഇരിക്കൂ. എന്തിനാ ഇങ്ങനെ വേർക്കുന്നത്? ഐ ഡോണ്ട് നോ. എന്താ തലവണിച്ചിരിക്കുന്നത്? ഞാൻ അങ്ങനെയാ. എന്നോട് സംസാരിക്കാൻ ഇഷ്ടമല്ലേ? അങ്ങനൊന്നുമില്ല. പിന്നെന്താ മിണ്ടാത്തത്? എന്ത് മിണ്ടാനാണ്? എന്റെ പേര് ചോദിച്ചൂടെ? ചോദിക്കാം. എന്നാ ചോദിക്കൂ. പേരെന്താണ്? ജൂഡിത്ത്. എന്താ പേര്? ജൂഡിത്ത്. എന്റേതല്ല, യുവേഴ്സ്.
മാത്യൂസ്. വിസിറ്റിംഗ് കാർഡ് ഉണ്ടെങ്കിൽ ഒരെണ്ണം തരാമോ? ആ. ഞാൻ ഡാഡി ഉണർന്ന് നോക്കിട്ട് വരാം. അങ്ങനെ കേശവൻകുട്ടി പട്ടാളത്തിൽ പോയി. ഇതിനിടയിൽ ആ ലീലയുടെ വീട്ടുകാരെല്ലാം കൂടെ ചേർന്ന് വേറൊരു ആലോചന ഉണ്ടെന്നു. ലീലയുടെ? ആ കഥാപാത്രത്തിന്റെ പേരാണ് ജയദേവൻ. അയാൾ പണക്കാരനാണ്. അതുകൊണ്ട് അയാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാനാ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടം. അപ്പോ മറ്റേയാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാനാണ് അച്ഛനും അമ്മയ്ക്കും ഇഷ്ടം. കഥ അവിടെ നിൽക്കട്ടെ, ബാക്കി പിന്നെ പറയാം. ഇനി മുമ്പ് പറഞ്ഞ കഥ തുടരാം. അച്ഛനും അമ്മയ്ക്കും വിവാഹത്തിന് ഇഷ്ടമാണ്. അങ്ങനെ ആ വിവാഹം നിശ്ചയിച്ചു. കേൾക്കുന്നെങ്കിൽ മൂളണം. ശരി ശരി, മൂള. വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. പന്തലും കെട്ടി. വിളിക്കേണ്ടവരെയൊക്കെ വിളിച്ചു. അങ്ങനെ കല്യാണ ദിവസം വന്നു. മുഹൂർത്തമായപ്പോ പെണ്ണിനെ കാണാനില്ല. എല്ലാരും അന്വേഷണമായി. പെണ്ണിനെ പലയിടത്തായി ആ ഗ്രാമത്തിൽ കണ്ടവരുണ്ട്. പക്ഷെ ആരും തീർച്ച പറയുന്നില്ല. എന്താ മൂളാത്തെ? എന്നത്തേക്കാ സർട്ടിഫിക്കറ്റ്? 24 തീയതി വൈകുന്നേരത്തെ ഫ്ലൈറ്റ്. കുഴപ്പമൊന്നും കാണത്തില്ലല്ലേ? ഒരു കുഴപ്പമില്ല. വിൽ ഗെറ്റ് ഇറ്റ്. താങ്ക് യു. വെൽക്കം. ഹലോ. എനിക്ക് മിസ്റ്റർ മാത്യൂസിനെ നേരിട്ട് കാണണമെന്നുണ്ട്. എന്തിനാ കാണുന്നേ? ഒരു ചെറിയ അത്യാവശ്യമാണ്. അത്യാവശ്യ കാര്യം ഫോണിൽ കൂടെ പറഞ്ഞാ പോരെ? ഐ ലവ് യു. പുസ്തകം വായിക്കുന്നതിൽ എന്താ ഒരു തകരാറ്? അതൊരു അനുഗ്രഹമായി കരുതിയാൽ മതി. ഒന്നുമില്ല, കൂടെ വെറും ഉണ്ടാവില്ലോ. നമ്മുടെ ഭാര്യയ്ക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടാകുന്നില്ലല്ലോ എന്നാണ് എന്റെ പരാതി. എന്ന് കരുതി വായനയ്ക്കൊരു ലിമിറ്റില്ലേ ജയൻ? ഇത് ഏത് നേരവും നോവൽ വായനയാണ്. വീട്ടുകാര്യത്തിലൊന്നും നന്ദിനിക്കുട്ടി യാതൊരു ശ്രദ്ധയില്ല. പല ദിവസങ്ങളിലും ഞാൻ ഉറങ്ങിയതിന് ശേഷം ലൈറ്റ് ഇട്ട് നോവൽ വായിക്കുന്നുണ്ട് എന്നാണ് എന്റെ ഓർമ്മ. ഈ മാസം 65 രൂപയ്ക്കുള്ള നോവലുകൾ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞു. വായിച്ച നോവലുകളിലെ കഥ എന്നെ പറഞ്ഞു കേൾപ്പിക്കുന്നതാണ് നന്ദിനിക്കുട്ടിക്ക് ഏറ്റവും സന്തോഷമുള്ള പണി. അതിലും താൻ ഭാഗ്യവാനാണെന്ന് ഞാൻ പറയും. ഒന്നുമില്ലേലും കഥ പറഞ്ഞുറക്കുന്നുണ്ടല്ലോ. ഞാനാണ് ദിവസം ഉറങ്ങുന്നത് ബാംഗ്ലൂരിലെ സ്വാമിയുടെ മഹത്വം അല്ലെങ്കിൽ വെണ്ടയ്ക്ക കൊണ്ടുള്ള കറികളുടെ പേര് വരും. ഹലോ മാത്യൂസ്. അല്ല, വരണം, ഇരിക്കണം. നോ താങ്ക്സ്. ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. ആരും അത്ഭുതപ്പെട്ടത്. എന്റെ മാരേജ് ഇന്ന് കഴിഞ്ഞു. രജിസ്റ്റർഡ് മാരേജ് ആയതുകൊണ്ട് ആരെ അറിയിക്കാൻ സാധിച്ചില്ല. നാളെ വൈകിട്ട് 5 മണിക്ക് ഉട്ട്ലൻഡ്സ് റിസപ്ഷനാണ്. വരണം. പെണ്ണേതാ? അത് നാളെ പാർട്ടിക്ക് വരുമ്പോ കണ്ടാൽ മതി. മാത്യൂസിന് കല്യാണം കഴിക്കാനുള്ള ശേഷി ഉണ്ട്. എനിക്ക് ആരിവിടെ പെണ്ണ് തരികയില്ലെന്ന് സാർ ഇവിടെ ഒക്കെ പറഞ്ഞുകൊണ്ട് നടന്നല്ലോ. നാളെ കാണാം. സാർ എന്തായാലും വരണമേ. ആരാണാവോ ആ ഭാഗ്യദോഷിയായ പെൺകുട്ടി? എന്താ നന്ദിനിക്കുട്ടി ഇത്? കഴിക്കുന്നേ. രവി ഇവിടെ വന്ന എന്ത് ഫ്രീ ആണെന്നോ? സ്വന്തം വീട് പോലെയാ കരുതുന്നത്. ചൂടറിയാതെ അയ്യോ നന്ദിനിക്കുട്ടി, എന്ത് പറ്റി? എന്ത് പറ്റി? ഒന്നുമില്ല. ഓഹോ, അത് ശരി. നന്ദിനിക്കുട്ടി പറ്റിച്ചു അല്ലേ? രവി, നിങ്ങൾ ധൃതി പിടിക്കാതിരിക്കണം. ഇനി 10 മാസം കഴിഞ്ഞാൽ പ്രസവിക്കാൻ നോക്കൂ. 10 മാസം കഴിഞ്ഞുള്ള സംഗതികൾക്ക് നിങ്ങൾ ഇപ്പോഴേ ഇങ്ങനെയാണ് ധൃതി പിടിച്ചാൽ എങ്ങനെ? അതിരിക്കട്ടെ, ഭാര്യയ്ക്ക് വ്യാക്കുലതുണ്ടോ? വ്യാക്കോ? പെണ്ണുങ്ങൾക്ക് അങ്ങനെയുള്ള സൂത്രപ്പണികളൊക്കെ ഉണ്ട്. ആദ്യമായിട്ട് ഗർഭിണിയാവുമ്പോൾ അവർക്ക് ചില ആഹാര സാധനങ്ങളോട് ഒരു പ്രത്യേക മമത കാണും. രവി, ഒരു കാര്യം ചെയ്യും. ഇന്ന് വൈകുന്നേരം ഒരു പച്ചമാങ്ങ വാങ്ങി നന്ദിനിക്കുട്ടിയുടെ മുമ്പിലിരുന്ന് ഒന്ന് കഴിച്ചു നോക്ക്. അപ്പോൾ അറിയാം വ്യാക്കെന്താണെന്ന്. സാധാരണ ഈ സമയത്ത് പെണ്ണുങ്ങൾക്ക് പുളിയോടും മറ്റും വലിയ ആർത്തി കാണും. നന്ദിനിക്കുട്ടി ഇതേവരെ എന്ത് ചെയ്യുകയായിരുന്നു? ഈ പുസ്തകം 2 ആവർത്തി വായിച്ചു. ഒരു രസവും ഇല്ല.
എന്തിനാ ഈ പച്ചമാങ്ങ ഇങ്ങനെ തിന്നുന്നേ? എന്താ നന്ദിനിക്കുട്ടിക്ക് വേണോ? നല്ല പുളിയുണ്ട്. അയ്യേ, എനിക്ക് വേണ്ട. ഇപ്പൊ വേറെന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടോ? ഞാനൊരു കാര്യം പറഞ്ഞാൽ കേൾക്കാമോ? എന്നെ ദേഷ്യപ്പെടരുത്. ഇല്ല. രജനിയുടെ ഒരു പുതിയ പുസ്തകം പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിന്റെ റിവ്യൂ പത്രങ്ങളിലുണ്ടായിരുന്നു. അതൊന്ന് വാങ്ങിക്കൊണ്ടുവരാമോ? പിന്നെന്താ, ഞാൻ നാളെ ഓഫീസിൽ നിന്ന് വരുമ്പോ വാങ്ങിക്കൊണ്ടുവരാം. എനിക്ക് ഇന്ന് തന്നെ അത് വായിക്കണമെന്ന് തോന്നുന്നു. ടൗൺ വരെ ഒന്ന് പോയാൽ മതിയല്ലോ. ശരി, ഞാൻ വാങ്ങിട്ട് വരാം. നിങ്ങൾ ഇതുവരെ ചിന്തിച്ച് തീർന്നില്ല. ഞാൻ പറഞ്ഞൊന്ന് കേക്ക്. ഇത് മാനസിക രോഗമൊന്നുമല്ല. ഇനി എല്ലാ പെണ്ണുങ്ങൾക്കും വ്യാക്ക് വരണമെന്നുമില്ല. അഥവാ വ്യാക്കുണ്ടെങ്കിൽ തന്നെ അത് പച്ചമാങ്ങോടാവണമെന്നില്ല. വാസന്തി അമ്പലത്തിൽ പോയി, അല്ലെങ്കിൽ അവളിപ്പോ ഒരു ക്ലാസ് തന്നെ അങ്ങ് എടുത്താൽ. പക്ഷെ നന്ദിനിക്കുട്ടി വ്യാക്കുണ്ട് പുസ്തകങ്ങളോട്. രവിക്ക് പേടിന്തുവാ? നന്ദിനിക്കുട്ടി പുസ്തകം പ്രസവിക്കുന്നോ? നാളെ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് തന്നെ വേണോ? ഞാൻ ടൗണിൽ നിന്ന് പുസ്തകം വാങ്ങി വരികയാണ്. വായനയിൽ ഇങ്ങനൊരു താല്പര്യം ലോകത്താർക്കെങ്കിലും കാണും? എനിക്ക് സംഗതി മാനസികമെന്നല്ലേ തന്റെ ഭയം? സംശയം ഇപ്പൊ തീർത്തേക്കാം. നമുക്ക് ഡോക്ടർ ഫെർണാണ്ടസിനെ ഉടൻ തന്നെ കാണാം. ബാബാ, ഇതാണ് കാര്യം. ഞാൻ നോക്കിയിട്ട് മനുഷ്യന് വേറെ യാതൊരു പണിയില്ലെന്ന് തോന്നുന്നു. വെറുതെ പത്രങ്ങളിലും മാസികകളിലും ഒക്കെ മാനസികം കിടന്ന് കളിക്കുക. ഒന്ന് തുമ്മിപ്പോയാ മാനസികം, ഒന്ന് തടിച്ചുപോയാ മാനസികം, പിന്നെന്താണ് മാനസികമല്ലാത്തത്? ഞാനത് പറഞ്ഞു ഡോക്ടർ. രവിക്ക് വിശ്വാസം വരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് വന്നത്. മിസ്റ്റർ രവി, നിങ്ങളുടെ ഭാര്യയ്ക്ക് യാതൊരു കുഴപ്പവുമില്ല. നോവലുകൾ വായിച്ചു ശീലിച്ചതുകൊണ്ട് പെട്ടെന്ന് വായന നിർത്താൻ സാധിച്ചില്ലെന്ന് വരും. അങ്ങനെ നിർത്താൻ ശ്രമിക്കുകയും വരുത്. അതിരിക്കട്ടെ, നിങ്ങൾക്ക് വായനയിൽ താല്പര്യമുണ്ടോ? ഇല്ല. അതാണ് കുഴപ്പം. അവർ വായനയിലും നിങ്ങൾ ബിസിനസ്സിലും താല്പര്യം കാണിച്ചാൽ വല്ല സംഗതിയും നടക്കുമോ? ഒരു കോംപ്രമൈസിന് ശ്രമിക്കണം. മനസ്സിലായില്ല. അവർക്ക് താല്പര്യമുള്ളത് വായനയാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളും അതിൽ താല്പര്യം കാണിക്കണം. കുറച്ചൊക്കെ വായിക്കണം. ഏറെ വായിച്ചതായി ഭാവിക്കണം. അവിടെ എല്ലാ പ്രശ്നങ്ങളും തീരും. സരിത, കറുത്ത മുത്ത്, ജീവിതം, അലമേലു. ഓ, വായന തുടങ്ങിയോ? സിഗരറ്റ് കളഞ്ഞു. ഇനി അകത്തേക്ക് വരാമോ? വരൂ, ഇരിക്കൂ. ഭാര്യയായതിനു ശേഷം നന്ദിനിക്കുട്ടി പുരോഗമിച്ചിട്ടുണ്ടല്ലോ. എന്നോട് ഇരിക്കാനൊക്കെ പറയുന്നു. ഇരിക്കാൻ നന്ദിനിക്കുട്ടി. പെട്ടെന്ന് ഇവിടം വരെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ രവി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. കല്യാണത്തിന് ശേഷം നന്ദിനിക്കുട്ടി നന്നായി തടിച്ചിട്ടുണ്ടല്ലോ. ചേട്ടനെ കണ്ടോ? കണ്ടു. എനിക്കാണെങ്കിൽ നാളെ തന്നെ മടങ്ങിച്ചെല്ലണം. ഓഡിറ്റിംഗ് ആയതുകൊണ്ട് രവിക്ക് കൂടെ വരാനും സാധിച്ചില്ല. എന്നോട് ഇവിടെ വന്ന് ഉണ്ടിട്ട് എല്ലാം പറഞ്ഞിരിക്കുകയാണ്. ചോറിരിപ്പുണ്ടോ നന്ദിനിക്കുട്ടി? അയ്യോ, പിന്നെന്താ, ഞാനിപ്പോ വരാം. നന്ദിനിക്കുട്ടിയെ ഞാൻ സമ്മതിച്ചിരിക്കുക. ഇതെല്ലാം കൂടെ തവണ അവനോട് താമസിപ്പിച്ചിരിക്കുന്നത്. എന്താ? ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുമ്പം അവൻ വലിയ ശാപ്പാട് പ്രിയനായിരുന്നു. കോഴിയിറച്ചി ഇല്ലാതെ അവന് ചോറിറങ്ങിയല്ല. 5 രൂപയ്ക്കുള്ള കോഴിയിറച്ചി തിന്നാൻ 10 രൂപ ടാക്സിക്ക് കൊടുത്തവൻ പോവായിരുന്നു. പിന്നെ ലതയുടെ കത്തുവല്ലോ വരാറുണ്ടോ? 2 ആഴ്ച മുമ്പ് വന്നിരുന്നു. അവരുടെ ഭർത്താവിന് കാനഡയ്ക്ക് പോകാൻ ചാൻസ് വന്നിട്ടുണ്ട്. അങ്ങനാണെങ്കിൽ അവളൂടെ പോകാൻ ശ്രമിക്കുക. അവൾ എല്ലാ കത്തിലും നന്ദിനിക്കുട്ടിയെ പറ്റി ചോദിക്കാറുണ്ട്. മോഹനേട്ടൻ എന്താ കല്യാണം കഴിക്കാത്തെ? എന്താ ഊണ് മതിയാക്കിയോ? എന്തോ വിശപ്പ് കേട്ട പോലെ. എന്റെ ഏറ്റവും വലിയ സ്നേഹിതനാണ് മോഹൻ. ഒരുമിച്ച് താമസിക്കുമ്പോ ഞങ്ങൾ ഒരേ കട്ടിലാണ് കിടന്നുറങ്ങിയത്. അവൻ ഇന്നൊരു ഡിമാൻഡ് വെച്ചു. ഡിമാൻഡ് വളരെ ഫണ്ണിയാണ്. നന്ദിനിക്കുട്ടിയോട് ചോദിക്കേണ്ട കാര്യമായിട്ട് കൂടി ഞാൻ സമ്മതിക്കുകയും ചെയ്തു.
എന്താ കാര്യം? നന്ദിനിക്കുട്ടി പ്രസവിക്കുന്നത് ആൺകുട്ടിയാണെങ്കിൽ അവന്റെ പേരിടണോ? ഒബ്ജക്ഷൻ ഒന്നുമില്ലല്ലോ. അയ്യോ ഫോൺ. ഇതൊക്കെ ലേറ്റസ്റ്റ് ആണ്. പക്ഷെ രജനിയുടെ 2 പുസ്തകങ്ങളെ കിട്ടിയുള്ളൂ. നന്ദിനിക്കുട്ടി ഇന്ന് പതിവില്ലാതെ സുന്ദരിയായിരിക്കുന്നല്ലോ. എന്താ കാര്യം? ഞാനൊരു കാര്യം പറഞ്ഞാൽ അത്ഭുതപ്പെടുമോ ഇല്ലയോ? കാര്യം പറയൂ. നമ്മുടെ അടുത്ത വീട്ടിൽ താമസിക്കാൻ വന്നിരിക്കുന്നത് ആരാണെന്നറിയാമോ? അത് കേട്ട് അത്ഭുതപ്പെടണമെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കും. അല്ല, രജനി. രജനി? ആ, ഭാര്യയൊക്കെയുണ്ട്. നമുക്ക് പോയി ഒന്ന് പരിചയപ്പെടാം. നന്ദിനിക്കുട്ടി, ഞാനൊന്ന് കുളിച്ചിട്ട് വരെ. കുളിയൊക്കെ പിന്നീടാവുന്നേ. വരൂ. ശരി, നന്ദിനിക്കുട്ടിയുടെ ഇഷ്ടം. പക്ഷേ അയാൾ എന്നോട് വല്ല സാഹിത്യം പറഞ്ഞാലോ? അതൊക്കെ ഞാൻ ഏറ്റു.